ഇന്നത്തെ വീഡിയോ ASM ലിസ്റ്റിൽ ഉൾപ്പെടാൻ എന്നെ സഹായിച്ച ടെലിഗ്രാം ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ചാനലുകളൊക്കെ ഫോളോ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. ആദ്യമൊന്നും ഞാനിങ്ങനെ ടെലിഗ്രാമൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചാനലുകൾ ഒന്നും ഫോളോ ചെയ്തില്ല. PSC കുറച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഓരോരുത്തരുടെ അടുത്ത് നിന്നും ഞാൻ ഈ ഒരു ചാനലുകളൊക്കെ അറിഞ്ഞതും പിന്നീട് അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിട്ട് വന്നതും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ASM ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സപ്ലി ലിസ്റ്റിലാട്ടോ. എന്നാലും സന്തോഷമുണ്ട്, കാരണം ആദ്യമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയൊരു ലിസ്റ്റായിരുന്നല്ലോ. ഒരു ചെറിയ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റിയാലും സന്തോഷമുണ്ട്. തുടർന്ന് വരുന്നതിലെല്ലാം നമ്മൾക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നുള്ള ഒരു പ്രചോദനവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു ടെലിഗ്രാം ചാനലുകളിൽ നിന്ന് നോക്കിയാലോ. ആദ്യത്തെ ചാനൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. വൊക്കാബ്സ്പീഡിയ. ഇത് നമുക്ക് ലൈവ് എക്സാംസ് എഴുതാനും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനും പിന്നെ കുറേ ടോപ്പിക് ബേസ് ആയിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒക്കെ ഇതിലിട്ട് തരുന്നുണ്ട്. നമുക്കൊരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാനുള്ള എല്ലാം ആ ഒരു ചാനലിൽ ലഭ്യമാണ്. ഇനി SCRT പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ SCRT ഡീപ് സ്റ്റഡി എന്ന് പറഞ്ഞ ചാനലാണ്. ഇതിൽ SCRT പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ചാപ്റ്ററും ഇടും. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി ചാനലാണ്. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയും. മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം ഉദ്യോഗാർത്ഥികളെല്ലാം ഫോളോ ചെയ്യുന്ന ചാനലായിരിക്കും അല്ലേ. യൂട്യൂബിലാണെങ്കിലും ട്രിക് ടേൺ. അപ്പോൾ അതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഞാൻ മാത്സിന് ഈ ഒരു ചാനലും യൂട്യൂബിലാണെങ്കിലും ശരി ഇതാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് മലയാളം പഠിക്കാനായിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് മലയാളം ഫസ്റ്റ് ബെല്ലാണ്. ഇതും നല്ലതാട്ടോ. ഇവർ SCRTയുടെ എല്ലാം മലയാളം എല്ലാം കൊടുക്കാറുണ്ട്. നോട്ട്സായിട്ട് PDF ആയിട്ട് തരാറുണ്ട്. അപ്പോൾ ഇതും മലയാളം പഠിക്കാൻ എന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ നോട്ടൊക്കെ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വൊക്കാബ്സ്പീഡിയ പോലെ തന്നെ ഉള്ളൊരു വേറൊരു ചാനലാണ് ഇംപെറ്റസ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. ടോപ്പിക് ബേസ് ആയിട്ടാണെങ്കിലും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഇടുന്ന ചാനലാണ് അത്. അതേപോലെ ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ ഫസ്റ്റ് ബെല്ലിൻ്റെ തന്നെ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന പേരിലുണ്ട്. അപ്പോൾ അതും വളരെ നല്ലതാട്ടോ. പോൾ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അവരിടാറുണ്ട്, ക്ലാസ്സുകൾ തരാറുണ്ട്. അപ്പോൾ അതും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അടുത്തത് മലയാളം പഠിക്കാനുള്ളത് തന്നെയാട്ടോ. ഇതും മൊഴി മലയാളം എന്ന് പറഞ്ഞിട്ട് ഇവരും കുറേ പോൾ ഇടാറുണ്ട്. അപ്പോൾ അതും ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കും, എക്സാമിന് ഓർമ്മ കാണും. അപ്പോൾ ഇതും നല്ലൊരു ചാനലാണ് മലയാളം പഠിക്കാനായിട്ട്. അതേപോലെ മലയാളം പഠിക്കാനായിട്ട് പിന്നെ ഇതും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കണു. സജി മിസ്സിൻ്റെ, അതായത് നമ്മുടെ ഗുരുവി, നമ്മുടെ സൈലത്തിലെ ഗുരുവിയുടെ ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഇതും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് പോളിടും മിസ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അതേപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി CA മലയാളം എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതല്ലാതെ യൂട്യൂബിലും ഉണ്ട്. ഞാനിപ്പോൾ ടെലിഗ്രാമിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ CA പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചാനലുകളൊക്കെ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി എൻ്റെ പഠനം മുന്നേറാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഉറപ്പായിട്ടും എൻ്റെ ഒരു പഠനത്തിൽ ഇതിനും വളരെ പങ്കുണ്ട് ഈ ഒരു ചാനലുകൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ചാനലുകളൊന്ന് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കൃത്യമായിട്ട് അവരിടുന്ന പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം ഒന്ന് പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും അതുപോലെ തന്നെ നല്ലൊരു ജോലി ലഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.